നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് GT നേരിടുമ്പോൾ SRHന് കൃത്യമായി ബോധ്യമുണ്ട് തങ്ങളുടെ വീഴ്ച കാണാൻ വേണ്ടി പ്രമുഖർ ഗ്യാലറിയിൽ കാത്തിരിപ്പാണെന്ന്. അതുകൊണ്ട് അവർക്ക് വിജയിച്ചേ പറ്റൂ. ഈ കളിയും പിന്നെ PBKസിനെതിരെയും വിജയിച്ച് ക്വാളിഫയറാണ് അവർ ലക്ഷ്യമിടുന്നത്. അതേസമയം ഇന്ന് കളിക്കുന്ന GT അവരുടെ ഒരു കളി മഴ പെയ്തൊലിച്ചു പോയിട്ടാണ് അവരുടെ സ്വപ്നങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയായത്. അതിനു മുമ്പത്തെ കളിയിൽ ഓപ്പണർമാർ സായി സുദർശനും ശുഭ്മൻ ഗില്ലും പൊളിച്ചടുക്കി സെഞ്ചുറി നേടിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അവസാനം ഒരു അഭിമാന പോരാട്ടം നടത്തി വിടവാങ്ങാനായിരിക്കും GT പരിശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ലൊരു ഫൈറ്റ് അവർ നടത്തുമെന്ന് പ്രതീക്ഷിക്കാം. മാത്രമല്ല ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ GT വിജയിച്ചതാ. ഇത് പക്ഷേ ഹൈദരാബാദിലാണ് കളി എന്നുള്ള കാര്യം കൂടിയുണ്ട്. ഹോം അഡ്വാൻറ്റേജ് ഉപയോഗപ്പെടുത്താനായിരിക്കും എന്തായാലും ഇപ്പോൾ SRH ശ്രമിക്കുക. നമ്മൾ രണ്ട് ടീമിൻ്റെയും പ്രോബിൾ 12 ഒന്ന് പോവുകയാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് വലിയ മാറ്റങ്ങൾക്കൊന്നും ഇടം നൽകാതെ തന്നെ ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ ഇമ്പാക്റ്റ് പ്ലെയർ സ്ട്രാറ്റജി എന്നുള്ളത് അഭിഷേക് ശർമ്മയെ മാറ്റിക്കൊണ്ട് T നടരാജനെയോ ഉമ്രാൻ മാലിക്കിനെയോ അല്ലെങ്കിൽ ജയദേവ് ഉനഡ്കഡിനെയോ ഒരു ബൗളറെ കൊണ്ടുവരുന്ന രൂപത്തിലായിരിക്കും. ഇതിന് വ്യത്യസ്തമായി സംഭവിക്കുക എന്ന് പറയുന്നത് ബാറ്റിംഗ് കൊളാപ്സ് സംഭവിച്ചെങ്കിൽ മാത്രമാണ്. അവരുടെ പ്രോബിൾ 12 പോയാൽ അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, മായങ്ക് അഗർവാൾ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറി ക്ലാസൻ, മാർക്കോ യെൻസൻ ഓർ ഗ്ലെൻ ഫിലിപ്സ് അവിടെ ഒരു മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. ദെൻ അബ്ദുൽ സമദ്, ഷഹബാസ് അഹമ്മദ്, പാറ്റ് കമിൻസ്, ഭുവനേശ്വർ കുമാർ, T നടരാജൻ. അപ്പം നടരാജൻ പ്ലേയിങ് ലെവലിൽ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുകിൽ ഉമ്രാൻ മാലിക്കോ അല്ലെങ്കിൽ ജയദേവ് ഉനഡ്കഡോ ആയിരിക്കും ഇമ്പാക്റ്റ് പ്ലെയറുടെ റോളിൽ വരിക. അപ്പോൾ അഭിഷേക് ശർമ്മയെ മാറ്റിക്കൊണ്ട് ബൗളർമാരിൽ ഒരാളെത്തും. നേരെ തിരിച്ചും ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ ബൗളർമാരിൽ ഒരാൾ കളിക്കും. പകരം അവരെ മാറ്റി ആ ആളെ മാറ്റിയിട്ട് അഭിഷേക് ശർമ്മ ഇറങ്ങും. ഇനി ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ IPL ഏറ്റവും അധികം താരങ്ങൾ ഉപയോഗപ്പെടുത്തിയൊരു ടീമാണ്. അവർ 23 താരങ്ങൾ അവർക്ക് വേണ്ടി മാറി മാറി കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കളിയിലേക്ക് വരുമ്പോഴും അധികമൊന്നും ഉപയോഗപ്പെടുത്താത്ത ചില താരങ്ങൾക്ക് അവർ അവസരം കൊടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഗുർനൂർ ബ്രാർ, മനവ് സുഥാർ അല്ലെങ്കിൽ BR ശരത് തുടങ്ങിയവർക്കൊക്കെ പ്ലേയിങ് ലെവലിൽ ഇതിലാർക്കെങ്കിലും ഒക്കെ അവസരം ലഭിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. എങ്കിലും അവരുടെ പ്രോബിൾ 12 പോകുമ്പോൾ എങ്ങനെയാവും നോക്കാം. ശുഭ്മൻ ഗില്ല്, വൃദ്ധിമാൻ സഹ, സായ് സുദർശൻ, ഷാറുഖ് ഖാൻ, ഡേവിഡ് മില്ലർ, വിജയ് ശങ്കർ, രാഹുൽ തെവാറ്റിയ, റാഷിദ് ഖാൻ, മോഹിത് ശർമ്മ, നൂർ അഹമ്മദ്, ദെൻ ജോഷ് ലിറ്റിൽ. ഇതാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി അതല്ല ഒരു അഡീഷണൽ ബാറ്റർ കളിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അസ്മത്തുള്ള ഒമർസായി, ബാറ്റർ എന്നല്ല ഓൾറൗണ്ടർ അസ്മത്തുള്ള ഒമർസായി കളിപ്പിച്ചേക്കാം വിദേശ താരം. അപ്പോൾ അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹം മിഡിൽ ഓർഡറിലായിരിക്കും കളിക്കുക. ദെൻ ഇമ്പാക്ട് പ്ലെയറായിട്ട് സായി കിഷോറോ സന്ദീപ് വാര്യരോ ആ സർഫേസിന്റെ സ്വഭാവം അനുസരിച്ച് വരും. അതിനുവേണ്ടി അവർ മാറ്റുക സായി സുദർശനായിരിക്കും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പ്രോബിൾ 12. എന്തായാലും ഒരു കിടിലൻ പോരാട്ടത്തിന് വഴിയൊരുങ്ങുന്നു. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.